ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ BJP വിജയവുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോകൾ, ഷോർട്ട് വീഡിയോസ്, റീൽസും ഷോർട്ട് വീഡിയോസും ഒക്കെ തന്നെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലും ധാരാളമുണ്ട്. അവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്ത വീഡിയോകളൊക്കെ തന്നെ കാണാം. വളരെ ഹൃദയത്തിൽ തൊട്ടുന്ന പല വീഡിയോസ്. അതായത് എല്ലാവരും വിജയങ്ങൾ ചിരിച്ചുകൊണ്ടും കൈകൊട്ടിയും പടക്കം പൊട്ടിച്ചും തുള്ളിമറിഞ്ഞുമൊക്കെ ആഘോഷിക്കുമ്പോൾ അവിടുത്തെ BJP പ്രവർത്തകർ കരഞ്ഞുകൊണ്ട്, അതായത് സന്തോഷക്കണ്ണീരാണ്, എന്നാൽ പോലും ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടാണ് വിജയം ആഘോഷിക്കുന്നത്. പരസ്പരം കെട്ടിപ്പിടിക്കുന്നത്, പരസ്പരം അഭിനന്ദിക്കുന്നത്, പരസ്പരം ചായം പൂശുന്നത്, എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല അവരോടൊക്കെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഈ 15 വർഷത്തെ അല്ലെങ്കിൽ അതിനു മുൻപുണ്ടായിരുന്ന CPM കാലത്തെ ഗുണ്ടാരാജ് ഞങ്ങൾ സഹികെട്ടിരിക്കുന്നു, ഞങ്ങളുടെ മക്കളെയും കൊണ്ട് സുരക്ഷിതമായി ഞങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതെയാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾക്ക് തൊഴിലില്ല, ഞങ്ങൾക്ക് ആഹാരമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾക്ക് കുറേ TMC ഗുണ്ടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനു മുൻപ് CPM ഗുണ്ടകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ഭരണം കിട്ടിയത്. ഇപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ഭാഗമായത്. ബംഗാൾ ജനത ഹൃദയം തൊട്ട് സന്തോഷം കൊണ്ട് വിതുമ്പിക്കരയുകയാണ്. അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. നമ്മൾ കേരളത്തിൽ കണ്ടു UDF ജയമൊക്കെ വലിയ ചെണ്ട കുട്ടിയും പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമൊക്കെയാണ്. ഇത് പാവപ്പെട്ടവർക്ക് ഓരോ വീടുകളിൽ കയറി, സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകളിൽ കയറി ഉൽപ്പന്ന പിരിവ് നടത്തി അരിയും സാധനങ്ങളും വാങ്ങി പാവപ്പെട്ടവർക്ക്, ഈ തെരുവിൽ കഴിയുന്നവർക്ക്, കോളനികളിൽ കഴിയുന്നവർക്കൊക്കെ അവിടുത്തെ BJP പ്രവർത്തകർ, പ്രത്യേകിച്ചും വനിതകൾ, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുകയാണ്. അവരൊക്കെ ആർത്തിയോടെ അത് കഴിക്കുകയാണ്. അവരൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് കാലങ്ങളായിരിക്കുന്നു. വിജയത്തിൻ്റെ മറ്റൊരു ഒരു മുഖമാണ് ആ വീഡിയോസിലൊക്കെ തന്നെ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും പ്രേക്ഷകരും അതൊക്കെ കണ്ടു കാണും. വളരെ ഹൃദയത്തിൽ തൊടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അവിടുന്ന് കാണുന്നത്. അവിടെ അക്രമ സംഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് 300-ലധികം BJP കാര്യകർത്താക്കളെ ആക്രമിച്ചു. അവരെ പലരെയും നിശബ്ദരാക്കി, പലരുടെയും വീടുകൾ കത്തിച്ചു, എന്തെല്ലാം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടി എന്ന സംവിധാനത്തെ അവിടെ തകർക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം തൃണമൂൽ ഗുണ്ടകളും മമതാ ബാനർജിയും ചെയ്തു. പക്ഷേ അതിനെയൊക്കെ ജനങ്ങൾ തോൽപ്പിച്ചു. ജനങ്ങൾ മറുപടി കൊടുത്തു. തങ്ങൾക്കൊരു ഭരണം കിട്ടിയിരിക്കുന്നു, തങ്ങൾക്കൊരു നായകനെ കിട്ടിയിരിക്കുന്നു, തങ്ങൾക്കൊരു ജീവിതം കിട്ടിയിരിക്കുന്നു. അതാണ് അവിടുത്തെ ഓരോ ആളും, പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ആ ഒരു ഹൃദയം പൊട്ടിയുള്ള ഒരു നിലവിളി, കണ്ണീര് കണ്ടാൽ സന്തോഷ ആധിക്യത്തിൽ അവർ വിതുമ്പിക്കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. വ്യത്യസ്തമായ വിജയത്തിൻ്റെ ചിത്രങ്ങളാണ് ബംഗാളിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു വ്യത്യസ്തതയാണ്, ഇതൊരു വിപ്ലവമാണ്, ഇതൊരു മാറ്റമാണ്. ഇതൊരു വിജയത്തിൻ്റെ മാത്രമല്ല, ഇതൊരു പുരോഗതിയുടെ, ഒരു സാമൂഹ്യ മാറ്റത്തിൻ്റെ ഒരു ശബ്ദമാണ് നമ്മൾ ബംഗാളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ബംഗാൾ മാറും, ബംഗാൾ ആകെ മാറും. ബംഗാൾ ഇന്ത്യയുടെ തെലുങ്ക കൊറിയയായി മാറും എന്നതിൽ തർക്കമില്ല. അവിടുത്തെ ഓരോ വ്യക്തിയും അത് തന്നെയാണ് പറയുന്നത്.